പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല. നാഥനൻ്റെ കൂടെയുള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല. നാഥനൻ്റെ കൂടെയുള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല. ഉള്ളിൽ ഭാരമേറിടുമ്പോൾ തൻ്റെ സ്നേഹം കൂടെയുണ്ട്. ഉള്ളിൽ ഭാരമേറിടുമ്പോൾ തൻ്റെ സ്നേഹം കൂടെയുണ്ട്. വരും കാലമോർത്തു ഞാൻ ഉലകിൽ നിന്നെ കാത്തു കാത്തിരിപ്പൂ. വരും കാലമോർത്തു ഞാൻ ഉലകിൽ നിന്നെ കാത്തു കാത്തിരിപ്പൂ. തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല. നാഥനൻ്റെ കൂടെയുള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല. നാഥനൻ്റെ കൂടെയുള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല. മുൻപിൽ ചെങ്കടലും പിറകിൽ വൻ ശക്തികളും വരുമ്പോൾ, മുൻപിൽ ചെങ്കടലും പിറകിൽ വൻ ശക്തികളും വരുമ്പോൾ, ചുറ്റും ഭീതിയാലുള്ളം തകർന്നിടുമ്പോൾ നീയല്ലാതെ ആരുമില്ലേ. ചുറ്റും ഭീതിയാലുള്ളം തകർന്നിടുമ്പോൾ നീയല്ലാതെ ആരുമില്ലേ. തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല. ലോകപീഠകളേറിടുന്നേ, നിൽപ്പാൻ ശക്തി നീയേകിടണേ. ലോകപീഠകളേറിടുന്നേ, നിൽപ്പാൻ ശക്തി നീയേകിടണേ. പരിശുദ്ധാത്മശക്തിയാൽ നിറച്ചിടണേ നിന്റെ വേല ചെയ്തിടുവാൻ. പരിശുദ്ധാത്മശക്തിയാൽ നിറച്ചിടണേ നിന്റെ വേല ചെയ്തിടുവാൻ. തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല. നാഥന
തെല്ലും ഞാൻ പതറുകയില്ല. നാഥനെൻ്റെ കൂടെ ഉള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. സ്തോത്രം, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോലോ ചിലമ്പുന്ന കൈത്താളമോ എത്രേ. സ്തോത്രം, നീ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സ്തോത്രം, സ്നേഹം നിന്നിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ സ്തോത്രം, അത് വെറും ഹല്ലേലൂയ പ്രഹസനം മാത്രമായി തീരും. ആമേൻ. എനിക്ക് പ്രബോധനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളിൽ സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. നീ പ്രവചിച്ചു. ഹല്ലേലൂയ. നിനക്ക് സ്വന്തം മലകളെ മാറ്റുവാനുള്ള വിശ്വാസമുണ്ടെങ്കിലും നിന്നിൽ സ്നേഹമെന്ന ആത്മാവ് വ്യാപരിക്കുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമാണ്. ആ പ്രവചനം വ്യർത്ഥമാണ്. ആ വിശ്വാസം വ്യർത്ഥമാണ്. ആ കയ്യടി വ്യർത്ഥമാണ്. ആ അന്യഭാഷ വ്യർത്ഥമാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, സ്തോത്രം, എൻ്റെ കൽപ്പനയാകുന്നു സ്നേഹം. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. തന്നെത്താൻ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, സ്തോത്രം, ഈ കൽപ്പനയ്ക്ക് വിരോധമായിട്ടല്ലേ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കപടത നിറഞ്ഞ ലോകമാണ്. ഹല്ലേലൂയ. കപടത എൻ്റെ യേശുവിന് ഇഷ്ടമില്ല. ജീസസ്, നമുക്ക് വേണ്ടി യേശു സകലതും തരുവാനിടയായി. യേശു കാൽവരി തൻ്റെ രക്തം ഊറ്റിത്തന്നു, സമ്മതിച്ചു. നമുക്ക് വേണ്ടി നിന്ദകളും പരിഹാസങ്ങളും എല്ലാം ചൂടി സമ്മതിച്ചു. പക്ഷെ യേശു പറഞ്ഞു, സ്തോത്രം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഇന്ന് രാത്രിക്കാലം ഒരു സ്നേഹമുണ്ടാകട്ടെ. തമ്മിൽ ഒരു സ്നേഹമുണ്ടാകട്ടെ. വിശ്വാസികൾ തമ്മിൽ സ്നേഹമുണ്ടാകട്ടെ. സഭകൾ തമ്മിൽ സ്നേഹമുണ്ടാകട്ടെ. ഹല്ലേലൂയ. കുടുംബ ജീവിതത്തിൽ ഒരു സ്നേഹമുണ്ടാകട്ടെ. നിന്റെ തലമുറകളോടൊരു സ്നേഹമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നിന്റെ തിരക്കിൻ്റെ ഇടയിൽ സ്തോത്രം, തലമുറകളെ പോലും മറന്ന് സ്നേഹിക്കാതെ ഹല്ലേലൂയ ഓവർടൈം ചെയ്ത് കാശുണ്ടാക്കുന്ന സ്ഥാനത്ത് നിനക്കൊരു സ്നേഹമുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. ദാറ്റ് മീൻസ് യേശുവിന് വേണ്ടി നീ രക്തസാക്ഷിയാലും ശരി, യേശുവിന് വേണ്ടി നിന്നി പരിഹാസമോ നിന്നയോ അടിയോ അല്ലെങ്കിൽ ദേശത്തെ ജയിലിലോ കിടന്നിട്ടുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിൽ കിടക്കുവാൻ പദ്ധതി ഉണ്ടെങ്കിലോ സ്വന്തം അല്ലെങ്കിൽ യേശുവിന് വേണ്ടി മരിക്കുവാൻ ഇരിക്കുകയാണെങ്കിൽ ശരി, നിനക്ക് സ്നേഹമില്ലെങ്കിൽ വ്യർത്ഥം. സ്നേഹമില്ലെങ്കിൽ വ്യർത്ഥം. ഹല്ലേലൂയ. സ്നേഹത്തിന് ഈ ആത്മാവ് വ്യാപരിക്കട്ടെ. മനുഷ്യൻ അന്യോന്യം സ്നേഹിച്ചാൽ സ്വത്രം ഈ കാണുന്നതെല്ലാം ഹല്ലേലൂയ മാറിപ്പോകുവാനിടയാവും. മനുഷ്യൻ അന്യോന്യം സ്നേഹിച്ചാൽ യേശുവിൻ്റെ കൽപ്പനയായ സ്നേഹം നമ്മൾ ഏറ്റെടുത്താൽ ഹല്ലേലൂയ ഈ ലോകത്തിന് തന്നെ ഒരു വ്യത്യാസം വരാൻ പോകുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും എടുത്തിരിക്കുക. സ്തോത്രം, നമുക്ക് സ്നേഹം വ്യാപരിക്കട്ടെ.
ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് പാടാം. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ Thank you, Jesus. Amen. യേശുവിന്റെ നാമത്തിൽ Jesus. I love you, Jesus. I love you, Jesus. I love you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. പാമ്പുകളെ ചേളുകളെ ശത്രുവിന്റെ സകല ബലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചവിട്ടുന്നു. ജീസസ്. ദൈവത്തിന്റെ ആത്മാവ് ചില രോഗബന്ധനങ്ങളെ രാത്രികാലം അഴിക്കുക. ജീസസ് നെയിം. ആമീൻ. നാളുകളായിട്ട് നീ വയറുവേദന ഭാരപ്പെടുന്നു. ഹല്ലേലൂയ. നാളുകളായിട്ട് നീ വയറുവേദനയിൽ ഭാരപ്പെടുന്നു. അൾസർ എന്ന രോഗശാൽ ഭാരപ്പെടുന്നു. കുടലിൽ നിനക്ക് കുരുക്കളായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം അനുഭവിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരോഗ്യബന്ധനത്തെ ശാസിക്കുന്നു. In Jesus' name. Thank you, Lord. നാളുകളായി സ്വതം ബുദ്ധിമണ്ഡലത്തിൽ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, ഹല്ലേലൂയ, ഓർമ്മ നശിച്ചിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് രാത്രികാലം അതിനെ വിടിയിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ രക്ഷിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ commanding now. Go. Yes. Hallelujah. Thank you, Jesus. Thank you, Jesus. അടിവയറ്റിലെ വേദന യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. നിനക്ക് മനുഷ്യരോട് പറയാൻ മേലാത്ത സ്ഥാനങ്ങളിലെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ I rebuke it now in Jesus' name. Go from this body. Go from that body. യേശുവിന്റെ നാമത്തിൽ നീ ആ ശരീരം വിട്ടുപോ കൽപ്പിക്കും. Come on in now. Go. In Jesus' name. In Jesus' name. Jesus. Yes. ദൈവത്തിന്റെ ആത്മാവ് തീയായിട്ട് ഈ ഉൾമുറിയിൽ ഇറങ്ങുന്നുണ്ട്. സ്തോത്രം. ചിലരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. I love you, Jesus. Oh, thank you, Jesus. Jesus. Thank you, Jesus. Touch. The name of Jesus. Touch the Holy Spirit now. The name of Jesus. Touch. Jesus. Jesus. Touch. Touch Holy Spirit now. The name of Jesus. I am commanding now. Go from this body. മെഡിസിൻസ് ഇങ്ങനെ ടാബ്ലറ്റ്സുകൾ കരങ്ങൾ ഇങ്ങനെ എടുത്ത് ഒരുപാട് ഇങ്ങനെ അല്ലേ എടുത്ത് ഇങ്ങനെ ഭക്ഷിക്കുന്ന പോലെ
അങ്ങനെയല്ലേ? നമ്മൾ വിശപ്പടക്കുവാന് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിരാശയിൽ കർത്താവേ, സഹോദരി ഞാൻ സൗഖ്യമാക്കിയ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, അതെൻ്റെ കൽപ്പനയാകുന്നു. സ്നേഹം എവിടെ? എന്തുകൊണ്ട് സ്നേഹിക്കാതിരിക്കുന്നു? കാരണം നമ്മൾ തന്നെ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല. നീ നിൻ്റെ മാതാപിതാക്കളും സ്നേഹിച്ചു നോക്ക്, അവരും നിങ്ങളെ സ്നേഹിക്കും. നീ നിൻ്റെ കുഞ്ഞുങ്ങളൊന്ന് സ്നേഹിച്ചു നോക്ക്, അവരും നിങ്ങളെ സ്നേഹിക്കും. നീ നിൻ്റെ സഹോദരന്മാരും സ്നേഹിച്ചു നോക്ക്, അവരും നിങ്ങളെ സ്നേഹിക്കും. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്ക്, ഭർത്താവ് ഭാര്യ ഒന്ന് സ്നേഹിച്ചു നോക്ക്, തീർച്ചയായിട്ടും അവർ നിന്നെ സ്നേഹിക്കും. യേശു പറഞ്ഞു, ഇതെൻ്റെ കൽപ്പനയാകുന്നു സ്നേഹം, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. മദ്യപാനത്തിന് അടിമയായിരിക്കുന്ന നിൻ്റെ മകനെ ഓർത്ത് നീ ഒന്ന് സ്നേഹിച്ചൊന്ന്, നീ അവനെ ഒന്ന് തലോടിക്കേ, അവൻ മദ്യപാനം ഉപേക്ഷിച്ച് മടങ്ങി വരുവാനിടയാവും. വെറുക്കൂത്തുകൾക്ക് സ്മോക്കിങ്ങിന് അടിമയായിരിക്കുന്ന നിൻ്റെ മകനെ നീ സ്നേഹിച്ചു നോക്കിയേ, അവനത് വിട്ട് മടങ്ങി വരുവാനിടയാവും. നീ അവന് വേണ്ടി ഇന്ന് യേശുവിനോട് പ്രാർത്ഥിച്ച, കർത്താവേ, സ്നേഹത്തിൻ്റെ ഈ ആത്മാവ് അവനിൽ വ്യാപരിക്കണമെന്ന്, അവൻ മടങ്ങി വരുവാനിടയാവും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ സ്നേഹമില്ലാത്തവർ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ സ്നേഹമുണ്ടാകട്ടെ. തലമുറകളിൽ സ്നേഹമില്ലാത്തവർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സ്നേഹമുണ്ടാകട്ടെ. മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തവർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തവർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കട്ടെ. ദൈവസഭയോട് സ്നേഹമില്ലാത്തവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. തിരുസഭയോട് സ്നേഹമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്നേഹത്തിന് ഈ ആത്മാവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് സ്നേഹത്തിന് ഈ ആത്മാവുമായിട്ട് ആമേ ഈ കുടുംബങ്ങൾ വ്യാപരിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന അനേകായിരങ്ങളിൽ, അനേക ലക്ഷങ്ങളിൽ അങ്ങയുടെ ആത്മാവ് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ദൂട്ടാപ്പിശാചിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആമേ സ്നേഹത്തിനെതിരാ നിൽക്കുന്ന ആത്മാവിനെ പരിശുദ്ധാത്മാവ് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം നിങ്ങളിൽ മേൽ ആവസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ജീസസ് നെയിം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു പറഞ്ഞ എൻ്റെ കൽപ്പനയാകുന്നു സ്നേഹം. യേശുവിൻ്റെ നാമത്തിൽ ആ സ്നേഹം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ സെൻട്രൽ ഭാഗത്ത്, പുറത്തു സെൻട്രൽ ഭാഗത്തെ വേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം. ഒരു അമ്മച്ചിയെ എനിക്ക് കാണിക്കുന്നു, പരിശുദ്ധാത്മ കാണിക്കുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ വന്ന ശേഷം മുടിയെല്ലാം പൊഴിഞ്ഞ അമ്മച്ചി ഭാരപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യവതിയായി ചേരട്ടെ. പ്രത്യേകിച്ച് മുടിയെല്ലാം മടങ്ങി വരട്ടെ. അമീഷത്വം നശിച്ചു പോയ മുടി, കുഴിഞ്ഞുപോയ മുടി യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. I'm commanding on Jesus' name. കണ്ണുകൾക്ക് ചില അസ്വസ്ഥയായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ യേശു സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം കൽപ്പിക്കുകയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. എ മില്യൺ താങ്ക് ജീസസ്. നീയാണ് സൗഖ്യദായകൻ. കർത്താവെ, അങ്ങാണ് സൗഖ്യദായകൻ. അങ്ങാണ് സ്നേഹത്തിൻ്റെ ദൈവം. യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. ഇൻ ജീസസ് നെയിം. God bless you.
വ്യസനമായി തീരാത്തവണ്ണം കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും. കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ. തുറന്നിടും അവൻ പുതുവാതിലുകൾ, ആർക്കുമാവില്ല അടച്ചിടുവാൻ. തുറന്നിടും അവൻ പുതുവാതിലുകൾ, ആർക്കുമാവില്ല അടച്ചിടുവാൻ. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാത്തവണ്ണം കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും. ഹൃദയങ്ങളറിയും നാഥൻ നൽകിടും ആവശ്യമെല്ലാം. ഹൃദയങ്ങളറിയും നാഥൻ നൽകിടും ആവശ്യമെല്ലാം. അവനെ നോക്കിയോർ ശോഭിതരായി അവർ ഒരു നാൾ ലജ്ജിക്കില്ല. അവനെ നോക്കിയോർ ശോഭിതരായി അവർ ഒരു നാൾ ലജ്ജിക്കില്ല. In 2008, one of the most effective tools to reach people worldwide is Internet. International God Ministries is more committed than ever to using this powerful and effective instrument as a special friends of this ministry. You are among the first to take a tour of our new website www.igodministries.com. മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ഓർക്കുക, ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ഞങ്ങൾ ശുശ്രൂഷയായിട്ട് കടന്നു വരുന്നു. നിങ്ങൾ കണ്ട് അനുഗ്രഹം പ്രാപിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റ് ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾക്ക് വേണ്ടി എഴുതുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിന് 45-ാമത്തെ വാക്യം. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അതിൻ്റെ അർത്ഥം, അതിൻ്റെ പശ്ചാത്തലം, യേശു മരിക്കുന്നു. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം അതിന് 21-22 വാക്യം വായിക്കുന്നു. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്താൽ അവനെ കൊന്ന് മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്. അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമപ്രകാരം മരണതുല്യമായ പാപം ചെയ്യുന്നവനെയാണ് കൊന്നിട്ട് ശേഷം മരത്തിൽ തൂക്കുന്നത്. ഹല്ലേലൂയ. നയപ്രമാണത്തിന് വിരോധമായി യേശുവിനെ, പാപമില്ലാത്ത യേശുവിനെ, ഹല്ലേലൂയ, മരിക്കാതെ ക്രൂശിൽ മേൽ കയറ്റുവാനിടയായി ജീവനോടുകൂടി. ആമേൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. പാപം ചെയ്യുന്നവനെയാണ് കൊന്നിട്ട് അവയെ മരത്തിൽ തൂക്കേണ്ടത്. പക്ഷേ നയപ്രമാണത്തിന് വിരോധമായി, ഹല്ലേലൂയ, നയപ്രമാണത്തിന് അധിഷ്ഠിതമായി യേശുവിനെ കൊന്ന് ക്രൂശിൽ കയറ്റുവാനിടയായി. അങ്ങനെയാണോ? അല്ല. പാപമില്ലാത്തവനെ സ്വന്തം മരിക്കാതെ ക്രൂശിൽ കയറ്റുവാനിടയായി. അതാണ് അതിൻ്റെ ശരി, അല്ലേ? ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് യേശുവിനെ ക്രൂശിൽ കയറ്റിയത്? എൻ്റെയും നിങ്ങളുടെയും പാപം, അകൃത്യം, ശാപം, രോഗം, ഹല്ലേലൂയ, ക്ഷീണം സകലത വഹിക്കുവാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുന്ന് അനേകരെ ക്രൂശിൽ കയറ്റുവാനിടയായി. സ്തോത്രം. പക്ഷേ അവർ പാപം ചെയ്തവരായിരുന്നു. അവരെ ക്രൂശിൽ കയറ്റിയത്. സ്തോത്രം. അവരെ കൊന്ന ശേഷം, ഹല്ലേലൂയ, അവരെ ക്രൂശിൽ കയറ്റുവാനിടയായി. പക്ഷേ നീതിമാനായ യേശു, പാപമില്ലാത്ത യേശുവിനെ ക്രൂശിൽ കയറ്റിയത്, ആമേൻ, കൊല്ലാതെ ജീവനോടുകൂടിയായിരുന്നു. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എൻ്റെ യേശുവിടെ വന്നിട്ടുണ്ട്. എൻ്റെ യേശുവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൂതന്മാർ രാത്രികാലം ഇറങ്ങിയിട്ടുണ്ട്. ഒരു വലിയ ജനത്തിൻ്റെ ഇടയിലല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ആമേൻ. എൻ്റെ കർത്താവിന് ഇഷ്ടം ആര് കർത്താവിനെ സ്നേഹിക്കുന്നു അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനാണ്, അവരുടെ ഇടയിൽ കടന്നു വരുവാനാണ്, അവരെ ആശ്വസിപ്പിക്കാനാണ് എൻ്റെ കർത്താവ് കാൽവരിയിൽ ക്രൂശിൽ കയറിയത്. അവരെ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ് എൻ്റെ യേശു കാൽവരി ക്രൂശിൽ കയറിയത്. അവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ യേശു കാൽവരിയിൽ ക്രൂശിൽ കയറിയത്. ഇന്ന് രാത്രി എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ക്രൂശിക്കുന്നതിന് മുന്നായി, ഹല്ലേലൂയ, യഹൂദ നിയമപ്രകാരം 39 അടി യേശു വഹിക്കുവാനിടയായി.